പിണറായി വിജയന്റെ ക്ഷേത്രക്കൊള്ളയ്ക്ക് കനത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അതെ, നമ്മളിപ്പോൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ട് പോയത് ആരാണ്? ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അടങ്ങുന്നവർ. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പറയുന്നു, പത്മകുമാർ ഉൾപ്പെടെ പറയുന്നു, ഞങ്ങൾ ദൈവത്തെ പോലെ കാണുന്ന ആളുകളുടെ അനുവാദത്തോടെ താല്പര്യാർത്ഥം ചെയ്തതാണെന്ന് പറയുന്നു. മാത്രമല്ല, ഈ കൊള്ള നടത്താൻ വേണ്ടി മനഃപൂർവ്വം വാസുവിനെ അവിടെ ദേവസ്വം കമ്മീഷണറാക്കി, പിന്നെ ദേവസ്വം പ്രസിഡന്റാക്കി. ഗുരുദാസൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, വിജിലൻസ് ട്രിബ്യൂണലിൻ്റെ ജഡ്ജിയായിരുന്നു. അയാളെ മനഃപൂർവ്വം ശബരിമലയെ കൊണ്ട് സ്ഥാപിച്ചത് തന്നെ കൊള്ള നടത്താൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അമ്പലത്തിൻ്റെ പണമെടുത്ത് സർക്കാർ വിവിധ കാര്യങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലെ പണം വരുന്നു, അതെടുത്ത് സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു, സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നു. അങ്ങനെയാണ് സഹകരണ മേഖലയിൽ ദേവസ്വങ്ങൾക്ക് തിട്ടൂരം കൊടുക്കുകയാണ്. നിങ്ങൾ പണം കൊണ്ട് സഹകരണ ബാങ്കിലിടണം, സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കണം. ഇതിന് കനത്ത തിരിച്ചടിയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് വലിയ അഭിമാനകരമായ തീരുമാനങ്ങളാണ് ഭാരതത്തിൻ്റെ മുഖ്യ ന്യായാധിപൻ്റെ കോടതിയിൽ നിന്ന് വരുന്നത്. പിണറായി വിജയൻ്റെ സർക്കാർ സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന കൊള്ള, അതും ക്ഷേത്രങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കുന്നത് തടയുന്ന അതിമാരകമായ രടിയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജോയ് മല്യ ബാഗ്ചിയും കൂടി ഉൾപ്പെടുന്ന സുപ്രീം കോടതി ബെഞ്ച് ഇന്നലെ പുറപ്പെടുവിച്ചത്. അത് പതിവ് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ കാമാന്നും മിണ്ടത്തില്ലല്ലോ. പിണറായി വിജയനെതിരെയുള്ള സാധനമാണെങ്കിൽ മിണ്ടില്ല. അതിലൊക്കെ ഉപരി ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞാൽ ക്ഷേത്രങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ, ഹിന്ദുക്കൾക്ക് അനുകൂലമാണെങ്കിൽ വാർത്തയാക്കാതിരിക്കുക എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നമ്മളിതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 6-ാം തീയതിയാണ്. 7-ാം തീയതി രാവിലെയാണ് നമ്മൾ ഈ വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ രാവിലെ നമ്മൾ ഒരുപക്ഷെ നാളത്തെ പത്രത്തിൽ വന്നാൽ ചിലപ്പം, അതായത് 7-ാം തീയതി പറഞ്ഞാൽ ഞായറാഴ്ചത്തെ പത്രത്തിൽ വാർത്ത കൊടുക്കുമെന്നറിയില്ല. പക്ഷേ 5-ാം തീയതി വന്ന വിധിയാണ്. 5-ാം തീയതി വന്നിട്ട് 6-ാം തീയതി നമ്മുടെ പത്രങ്ങൾ ഇത് ചെയ്യാത്തത് കൊണ്ടാണ് 6-ാം തീയതി വൈകുന്നേരം നമ്മൾ ഈ വാർത്ത എടുക്കുന്നത്. ഒരു ദിവസം നമ്മൾ കാത്തു. അതുകൊണ്ട് നമ്മൾ ഇത് നാളെ രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, തിരുനെല്ലി ക്ഷേത്രം. തിരുനെല്ലി കേരളത്തിലെ അതിപുരാതനമായ അതീവ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. പിതൃക്കൾക്ക് അതാണ്. ആ ക്ഷേത്രത്തിൽ നല്ല വരുമാനമുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ വരുമാനം സർക്കാരിൻ്റെ ഉത്തരവ് വന്നു, നിങ്ങൾ സഹകരണ ബാങ്കുകളിൽ ഇടണം. 2 സഹകരണ ബാങ്കുകൾ, ഒന്ന് മാനന്തവാടി കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി, തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിക്ഷേപിക്കണമെന്ന് സർക്കാരിൻ്റെ ഉത്തരവ്. ദേവസ്വത്തിന് അതനുസരിച്ചല്ലേ പറ്റുള്ളൂ. ദേവസ്വം കൊണ്ട് 15 കോടി രൂപ തിരുനെല്ലി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലിട്ടു. 2 വർഷം കാലാവധി കഴിഞ്ഞ് കാശ് ചോദിച്ചപ്പോഴത്തേക്ക് കാശ് തരത്തില്ല. അവസാനം സഹികെട്ട് ക്ഷേത്ര ഭരണസമിതി നേരെ ഹൈക്കോടതി വന്നു, ഞങ്ങളിട്ട 15 കോടി രൂപ തരുന്നില്ല. 2 സഹകരണ തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കും മാനന്തവാടി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ഈ കാശ് തരുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങളുടെ കാശ് ഡെപ്പോസിറ്റ് കാലാവധി കഴിഞ്ഞു, FD ഇട്ടതാണ്, FD കാലാവധി കഴിഞ്ഞു, അത് തരണം എന്ന് പറഞ്ഞു. അവസാനം ഹൈക്കോടതി പറഞ്ഞു, മര്യാദയ്ക്ക് കാശ് കൊടുക്ക്, 2 മാസത്തിനകം കാശ് കൊടുക്കാൻ പറഞ്ഞു. സഹകരണ ബാങ്ക് എന്ത് തീരുമാനിച്ചെന്നറിയോ? നേരെ സുപ്രീം കോടതിയിൽ പോയി. ആലോചിച്ച് നോക്കണേ, സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നതിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണ്. അപ്പോൾ ഇവർക്ക് ഈ പൈസ കൊടുക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ഹൈക്കോടതി, അത് കഴിഞ്ഞ് സുപ്രീം കോടതി കേസിനെത്തിയപ്പോൾ കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഈ രേഖകൾ മുഴുവൻ പരിശോധിച്ചു. അപ്പം സർക്കാരിൻ്റെ സഹകരണ വകുപ്പിൻ്റെ വാദം എന്നറിയോ, ഈ ദേവസ്വത്തിൻ്റെ പൈസ തിരിച്ചു കൊടുത്താൽ ബാങ്ക് പൊട്ടിപ്പോകും, അതുകൊണ്ട് ഈ പൈസ അവിടെ തന്നെ കിടക്കണം. അപ്പോൾ കോടതി വളരെ രസകരമായ ചില കാര്യങ്ങൾ, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും സർക്കാരിൻ്റെയും കെടുകാര്യസ്ഥത തുറന്നു കാട്ടുന്ന പരാമർശങ്ങളാണ്. ഇത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് കൂടി മാരകമായ അടി എന്ന് പറയാവുന്ന പരാമർശങ്ങളാണ് ചീഫ് ജസ്റ്റിസ് നടത്തിയത്. ചീഫ് ജസ്റ്റിസ് ചോദിച്ചു, അല്ല, ഈ ബാങ്കിനെ രക്ഷിക്കണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിന് അമ്പലത്തിൻ്റെ പൈസ കൊണ്ട് വേണം ബാങ്കിനെ രക്ഷിക്കാൻ. അമ്പലത്തിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പൈസയാണ്. ആ പൈസ തിരിച്ചു ചോദിക്കാൻ ക്ഷേത്രത്തിന് അവകാശമുണ്ട്. ചോദിക്കുമ്പോൾ കൊടുക്കണം. നിങ്ങളുടെ ഡെപ്പോസിറ്റ് FD കാലാവധി, ഫിക്സഡ് ഡെപ്പോസിറ്റ് കാലാവധി കഴിഞ്ഞല്ലോ, അപ്പോൾ തിരിച്ചു കൊടുക്കണം. ഒരു കാര്യം ചെയ്യണം, ഈ മാത്രമല്ല ദേവസ്വം തീരുമാനിക്കുകയാണ് പരമാവധി പലിശ കിട്ടുന്ന, നിങ്ങളെക്കാൾ കൂടുതൽ പലിശ കിട്ടുന്ന, അതിലൊക്കെ ഉപരി സേഫായിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള ദേശസാൽകൃത ബാങ്കുകളിൽ ഇടണമെന്ന് ദേവസ്വം തീരുമാനിച്ചാൽ എന്താണ് കുഴപ്പം? അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നൊരു കാര്യമുണ്ടേ. അതായത് പലിശ കൂടുതൽ കിട്ടുന്നത് നാഷണലൈസ്ഡ് ബാങ്കിലാണെന്ന് സുപ്രീം കോടതി പറയുന്നത്, അല്ലേ? അത് മാത്രമല്ല, സേഫായിട്ടുള്ള ദേശസാൽകൃത ബാങ്കിനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പച്ചയ്ക്ക് പറഞ്ഞു, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. സുപ്രീം കോടതിക്ക് ജസ്റ്റിസ് സൂര്യകാന്തിന് കരുവന്നൂർ കേസൊക്കെ അറിയാമായിരിക്കാം.
അപ്പോൾ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ CPM നിലനിൽക്കുന്നത്. അതെ. ഞാൻ കരുതുന്നത് കേരളത്തിൽ CPM എന്നാണ് അടിച്ച് തല്ലി താഴെ വീണാൻ പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം അവരുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ. കേരളത്തിലെ CPMൻ്റെ റിസർവ് ബാങ്കാണ് സഹകരണ മേഖല. CPMൻ്റെയും UDFൻ്റെയും ബാങ്കുകളിൽ വന്ന് കുമിയുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതൊക്കെ എല്ലാ കള്ളപ്പണം ഉൾപ്പെടെ ആ പണം ദുരുപയോഗം ചെയ്യുക, തിരിമറി ചെയ്യുക, അനധികൃത നിയമനം, ഇതെല്ലാമാണ് കേരളത്തിലെ CPMനെ ഒരളവ് വരെ കോൺഗ്രസിനെയും ഒരു പ്രസ്ഥാനമായി നിലനിർത്തി എന്ന് റിസർവ് ബാങ്ക് ഇടയ്ക്കിടയ്ക്ക് പരസ്യം ചെയ്യും. സഹകരണ ബാങ്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ പരസ്യം വരും. ബാങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, സൊസൈറ്റി എന്നേ വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാ ബാങ്കുകളും ബാങ്ക് എന്ന് വെക്കുന്നുണ്ട്. ഇത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ RBI നടപടി എടുക്കുന്നില്ല. ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ ഒരിക്കൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് ചോദിച്ചു, ആളുടെ പേരൊന്നും പറയുന്നില്ല. അല്ല, RBI ഇങ്ങനെ പറയുന്നുണ്ട് ബാങ്ക് എന്ന് വെക്കാൻ പാടില്ല എന്ന് പരസ്യം ചെയ്യുന്നതല്ലാതെ നടപടി എടുക്കാത്തത് എന്താ? സമയമായിട്ടില്ല, സമയമാവട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അമിത്ഷാ ആണല്ലോ കേന്ദ്ര സഹകരണ മന്ത്രി. അപ്പോൾ അമിത്ഷായ്ക്ക് അറിയാം എപ്പോഴാണ് ഇത് ചവിട്ടേണ്ടതെന്നറിയാം. ആ ചവിട്ടേണ്ട സമയത്ത് ഒരു ചവിട്ടുമ്പോൾ കേരളം ത്രിപുരയായി മാറും, ഉറപ്പാണ്. സഹകരണ പ്രസ്ഥാനം എന്ന് കയ്യിൽ നിന്ന് പോകുന്നു അന്ന് CPMൻ്റെ പിന്നെ കോൺഗ്രസിൻ്റെയും ജീവൻ പോകും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കോടതി പറഞ്ഞു നിങ്ങൾ പൈസ തിരിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് പറഞ്ഞു അങ്ങനെയല്ല, സഹകരണ ബാങ്കുകൾ ആകെ തകർന്നു പോകും, ഈ 2 ബാങ്കുകളുടെ നിലനിൽപ്പ് അവതാളത്തിലാകും എന്ന് പറഞ്ഞപ്പോൾ കോടതി വീണ്ടും ചോദിച്ചു, സഹകരണ ബാങ്കിന് അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാവേണ്ടത്. ഉപഭോക്താക്കളെയും നിക്ഷേപകരെയും ആകർഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് ദേവസ്വത്തിനെല്ലാം കുറ്റം പറയുന്നത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. നിങ്ങളുടെ അടുത്തേക്ക് ഡെപ്പോസിറ്റുകൾ വരുന്നില്ല, നിങ്ങളുടെ അടുത്തേക്ക് നിക്ഷേപകർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളാണ് ഉത്തരവാദി. അപ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എത്രത്തോളം കെടുകാര്യസ്ഥ നിറഞ്ഞാണ്, അലമ്പായി കിടക്കുകയാണെന്ന് സുപ്രീം കോടതി മനസ്സിലാക്കി എന്നതിൻ്റെ തെളിവാണ്. നിങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളാണ് ശ്രമിക്കേണ്ടത്, നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ജനങ്ങൾക്ക് വിശ്വാസമില്ല, കാരണം ജനങ്ങൾ നിലവിളിക്കുന്ന ഈ വീഡിയോകൾ മുഴുവൻ സുപ്രീം കോടതി അടക്കം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അല്ല, നമ്മൾ സമീപകാലത്തുണ്ടായ വേറൊരു ദുരന്തമുണ്ടേ, അതായത് കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നം അറിയാമല്ലോ. തൃശ്ശൂർ സുരേഷ് ഗോപി നടന്ന് കാല് തേഞ്ഞ സമരം. അവസാനം അത് ED അന്വേഷിച്ചു. ED സ്വത്തുക്കളൊക്കെ പിടിച്ചു കെട്ടിയാണ് 250 കോടി രൂപയോളം ED അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടല ബാങ്കിലും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പണമൊക്കെ എന്ത് ചെയ്തറിയോ, അത് എടുത്തിട്ട് നിക്ഷേപകർക്ക് പണം കൊടുത്തു, ബാങ്കിനോട് ഏറ്റെടുക്കാൻ പറഞ്ഞു. കണ്ടലയിൽ ചെയ്തു. ഇവിടുത്തെ പോപ്പുലർ ഫിനാൻസിൻ്റെ വസ്തുവകൾ ജപ്തി ചെയ്തിട്ട് അതിൻ്റെ പണം ED കൊടുത്തു. അതുപോലെ കരുവന്നൂർ ബാങ്കിൽ നിന്ന് കിട്ടിയാണ്ട് 250, ഫിഗർ കൃത്യമല്ല, അത് സബ്ജക്റ്റ് ടു കറക്ഷൻ, ഏതായാലും കോടികളുണ്ട്, 200 കോടിയോളം തുകയുണ്ട്. ആ തുക ഞങ്ങളുടെ കയ്യിലുണ്ട്, ഈ പ്രോപ്പർട്ടി നിങ്ങൾ ഏറ്റെടുക്കുക, എന്നിട്ട് നിങ്ങൾ ആ പണം കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കരുവന്നൂർ ബാങ്ക് അത് വാങ്ങില്ല. ഇത്ര നാളായിട്ടും കരുവന്നൂർ ബാങ്ക് ED പിടിച്ചെടുത്ത ED അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാണ്, ഇവർ മേടിക്കില്ല. അവർ പറയുന്നത് അറിയാമോ, അത് ഞങ്ങൾ വേറെ പൈസ ഉണ്ടായിക്കോളാം എന്നാണ് ബാങ്ക് ഭരണസമിതി പറഞ്ഞത്. കാരണം പിടിച്ചെടുത്തിരിക്കുന്ന സ്വത്ത് CPM നേതാക്കന്മാരുടെയാണ്. അതെടുത്ത് നിക്ഷേപകർക്ക് കൊടുത്താൽ അത് പിന്നെ കിട്ടില്ലെന്നറിയാം. അതുകൊണ്ട് നിക്ഷേപകർക്ക് പണം കിട്ടിയില്ലെങ്കിലും ഞങ്ങളുടെ പാർട്ടിക്കാരുടെ, ഞങ്ങളുടെ നേതാക്കന്മാരുടെ സ്വത്ത് EDയുടെ കയ്യിലിരിക്കുന്ന അവിടെ ഇരിക്കട്ടെ, അത് ഞങ്ങൾ വാങ്ങിച്ച് പാവപ്പെട്ട കരുവന്നൂരിലെ നിക്ഷേപകർക്ക് കൊടുക്കില്ല എന്ന വാശിയിലാണ് കരുവന്നൂർ സഹകരണ ബാങ്ക്. അതെ, ഇത് എന്തൊരു വൃത്തികേടാണ്. പാവപ്പെട്ട ജനങ്ങൾ മരുന്നിന് കാശില്ലാതെ, ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ, മക്കളെ കെട്ടിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കരുവന്നൂർ കഴിയുമ്പോൾ ED പറയുന്നു ഈ കാശൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും, ഈ പ്രോപ്പർട്ടീസ് വിറ്റിട്ട് അതിൻ്റെ കാശ് കൊടുക്ക് എന്ന് പറഞ്ഞാൽ പണം വാങ്ങാനും വസ്തുവകകൾ ഏറ്റെടുക്കാനും കരുവന്നൂർ സഹകരണ ബാങ്ക് തയ്യാറാവുന്നില്ല. അതുപോലെയാണ് സഹകരണ ബാങ്കിലേക്ക് എല്ലാ കാശും കൊണ്ട് സഹകരണ ബാങ്കിലിട് എന്ന് ദേവസ്വത്തോട് പറയുന്നത്, തിരുനെല്ലി ദേവസ്വത്തോട് പറഞ്ഞത്. തിരുനെല്ലി ദേവസ്വം കൊണ്ടിട്ടിട്ട് അവർക്കൊരു ആവശ്യം വരുമ്പോൾ തിരിച്ചു ചോദിക്കുമ്പോൾ കാശ് തരത്തില്ല. അപ്പം ഇതിനാണ് സുപ്രീം കോടതി കനത്ത പ്രഹരം ഏൽപ്പിച്ചത്. അമ്പലക്കൊള്ള നമ്മൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിയെടുക്കുന്നത് മാത്രമല്ല, ക്ഷേത്രങ്ങളുടെ പണം പല തരത്തിലേക്ക് വകമാറ്റുക. എന്നിട്ട് പറയും ശബരിമലയ്ക്ക് വേണ്ടി ഞങ്ങൾ 1000 കോടി മുടക്കി. എന്താണെന്നറിയോ, മലപ്പുറത്ത് റോഡ് നന്നാക്കും, എന്നിട്ട് പറയും ഈ വഴി കൂടെ അയ്യപ്പന്മാർ പോകുന്നുണ്ട്, അത് ശബരിമലയുടെ കണക്ക്. കേരളത്തിലെ റോഡ് നന്നാക്കൽ, പാലം നന്നാക്കൽ ഒക്കെ ശബരിമല സീസണിന് വേണ്ടി ചെയ്തതാണെന്ന് കണക്കെഴുതും. എന്നാൽ ശബരിമലയിലുള്ള എത്തുന്ന മനുഷ്യർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം പോലും ചെയ്യത്തില്ല. എന്നിട്ട് ക്ഷേത്രങ്ങളെ ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു ക്ഷേത്രങ്ങളുടെ വരുമാനം
സർക്കാർ പറയുന്ന സഹകരണ ബാങ്കുകളിൽ ഇടണം എന്നുള്ള ഒരു നിബന്ധന അതിപ്പോൾ വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇട്ട കാശ് തിരിച്ചു കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. സഹകരണ ബാങ്കുകൾ തകരാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭഗവാന്റെ പണം കൊണ്ടല്ല നിർവഹിക്കേണ്ടത്, ദേവസ്വത്തിൻ്റെ പണം കൊണ്ടല്ല എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതിക്ക് കേരളത്തിൽ നടക്കുന്ന ദേവസ്വം ഭരണത്തിൻ്റെ കാര്യത്തിൽ ദേവസ്വത്തിൻ്റെ ഫണ്ട് എങ്ങനെയൊക്കെ സർക്കാർ ദുർവിനിയോഗം ചെയ്യുന്നുവെന്നും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ദേവസ്വം ഭരണം സർക്കാരിൽ നിന്ന് മാറ്റണമെന്നൊരു ആവശ്യമായി ആരെങ്കിലും ഈ വസ്തുതകൾ മനസ്സിലാക്കിയ ചീഫ് ജസ്റ്റിസിൻ്റെ മുന്നിൽ ചെന്നാൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അദ്ദേഹം ഏതാണ്ട് 1 വർഷത്തോളം ഈ ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ കോടതിയിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത്. ഏതായാലും ഈ വാർത്ത നമ്മുടെ പത്രങ്ങളിൽ പതിപോലെ പറഞ്ഞിട്ടില്ല. ഞങ്ങളുണ്ട് ഇതൊക്കെ പറയാൻ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, എങ്കിലേ ഞങ്ങൾക്ക് ഈ സത്യങ്ങൾ പറയാൻ പറ്റൂ. നിങ്ങൾ അറിയാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ, നിങ്ങൾ അറിയേണ്ട വാർത്തകൾ മറ്റുള്ളവർ തമസ്കരിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങളുടെ സഹായം എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി, പറ്റുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ, അത് ഞാൻ എല്ലാവരോടും പറയുന്നില്ല, സന്മനസ്സുള്ളവർക്കും കഴിയുന്നവരും ജോയിൻ ബട്ടൺ അമർത്തുക. അല്ലാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പരമാവധി ആളുകളോട് ഇന്ത്യ ലൈവ് നമ്മുടെ ശബ്ദമാണ്, നമ്മുടെ നാവാണ്, നമ്മൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം.